ഹായ് ഫ്രണ്ട്സ്, സുമീസ് ലാവൻഡർ ബ്ലോസംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡനിങ് അല്ല കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ വിചാരിക്കും പിന്നെ ഇതെന്താണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗേൾസ് മാത്രമുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ നയഗ്ര ഇൻഡോർ വാട്ടർ പാർക്കിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവരെല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നത് നയഗ്ര ഹോസ്പിറ്റലിലാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ മെഡിക്കൽ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നല്ല ഹെവി ആയിട്ടുള്ള യൂണിറ്റാണ്. അപ്പോൾ എപ്പോഴും തിരക്കാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വന്നാലും വീട്ടിലും ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് തിരക്കാണ് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി ഇന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ നാളായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. ഇതുവരെ ഒന്നും സെറ്റായില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെയൊന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞങ്ങളെ ഇതിനു വേണ്ടി സമ്മതിച്ച ഞങ്ങളുടെ ഹസ്ബൻഡുമാർക്ക് ഒരു താങ്ക്സ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളീ നടക്കുന്നത്. ഞങ്ങളിങ്ങനെ തെണ്ടി താഴെ തൊട്ട് മോള് വരെ ഓരോ ഫ്ലോറിലും കയറി ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വഴി അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പേരോട് ചോദിച്ചു. അങ്ങനെ കാസിനോയിലിൻ്റെ അകത്തൂടെ കയറി ഞങ്ങൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങളും ഉണ്ട് വിൽക്കാനായിട്ട്. നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ സ്വിം സ്യൂട്ട് ഉണ്ട്, ടവൽസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ടവൽ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് $5 കേട്ടോ ഒരു ടവലിന്. അങ്ങനെ ടവലൊക്കെ വാങ്ങി. അതുപോലെ തന്നെ ലോക്കർ സൗകര്യമുണ്ട്. ലോക്കർ നമുക്ക് $12 വലിയ ലോക്കറിന്. അതേപോലെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് ചേഞ്ചിങ് റൂമും ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഷവർ ചെയ്ത് തിരിച്ചു പോകാൻ വേണ്ടി ഷവറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് റെസ്റ്റ് റൂം ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ അവിടെ നിന്ന് വാങ്ങാം. ഔട്ട്സൈഡ് ഫുഡൊന്നും ഇവിടെ അലൗഡ് അല്ല. നിങ്ങൾക്ക് കാണാം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്വിം സ്യൂട്ടാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അതാണ് മസ്റ്റായിട്ടും അവർ പറയുന്നത്. കാരണം ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൈഡൊക്കെ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അല്ലാതെയുള്ള ഡ്രസ്സുകളൊക്കെ ഉടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് അപകടങ്ങൾ വിളിച്ച് വരുത്തും. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, സ്വിം സ്യൂട്ട് വേണം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ രീതിയിലുള്ള സ്വിം സ്യൂട്ടൊക്കെ ധരിക്കാൻ നമുക്കൊരു മടിയുള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം നമ്മുടെ ലെഗിങ്സും ബനിയനും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ആണെങ്കിൽ നയഗ്ര റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ $26 പ്ലസ് ടാക്സ് ആണ്. അതേപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ $43 പ്ലസ് ടാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ കയറി എല്ലാം നോക്കിയിട്ട് മാത്രമേ വരാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ അല്ല. അവർക്ക് ചില ദിവസങ്ങളൊക്കെ അവർ ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇവർ ഓപ്പൺ ആക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 11 o'clock ആണ്. ഓൾമോസ്റ്റ് 10-11 ഒക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആക്കുന്നത്. അത് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടൈമിങ്ങും നോക്കിയിട്ട് വേണം നിങ്ങൾ വരാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ റൈഡുകളാണ് കേട്ടോ. ഇതൊക്കെയും തന്നെ 6 story ഹൈ വാട്ടർ സ്ലൈഡാണ്. അതായത് 6 നിലയുടെ മുകളിൽ ചെന്നിട്ടാണ്. അത് അവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൽ കയറി അങ്ങ് മുകളിൽ ചെന്നിട്ടാണ് നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നല്ല ഫണ്ണായിരുന്നു. ഞങ്ങൾ ഭയങ്കര തമാശയായിരുന്നു. കൂക്ക് വിളിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നത് കേട്ടോ. ഇവിടെ ശരിക്കും നമുക്ക് കയറാനുള്ള പാട് ഇറങ്ങാനാണ്. പിന്നെ പല തരത്തിലുള്ള സ്ലൈഡുണ്ട്. മാറ്റ് സ്ലൈഡുണ്ട്, അതായത് നമ്മുടെ പായ പോലെ അതിൻ്റെ മുകളിൽ 2 ഹോൾഡറുള്ള അതിൽ പിടിച്ചുകൊണ്ട് നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അതേപോലെ തന്നെ അത് നമ്മൾ കമന്ന് കടന്ന് വേണം സ്ലൈഡ് ചെയ്യാൻ. അത് ഞാൻ നിങ്ങളെ ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഈ 8 പോലെ കാണുന്നതുണ്ടോ, ഇതിൽ നമുക്ക് 2 പേർക്ക് കയറാം. അതിൻ്റെ തന്നെ സിംഗിൾ ആയിട്ടുള്ളതും ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ കയറാം. ഇതിപ്പോൾ ഞങ്ങൾ രണ്ട് പേര് ഇതാണ് കയറിയത് കേട്ടോ. കണ്ടോ, ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനകത്തുനിന്ന്. പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇതിൽ ഇറങ്ങി വരുന്ന വഴിക്കൊക്കെയും ഞങ്ങൾ കൂവിക്കൊണ്ടാണ് വരുന്നത്. ശരിക്കും നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകണം കേട്ടോ. നിങ്ങളൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും ഒന്ന് പോകണം. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമങ്ങളും എല്ലാ ടെൻഷനും മറന്ന്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ പോകുന്നത് നല്ലതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും നമ്മൾ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരെ നോക്കണം. അവരെങ്ങോട്ടെങ്കിലും പോയാൽ നമുക്ക് ടെൻഷൻ. അപ്പം ഇങ്ങനെ നമ്മൾ തന്നെ പോകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര രസമാണ്. എല്ലാവരും കൂടെ കൂടി ഒരു തമാശയൊക്കെ പറഞ്ഞ് അപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി. ഞങ്ങൾ ശരിക്കും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഇനിയിപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ നമ്മുടെ പൂളിലേക്കാണ് കേട്ടോ. പൂളിൽ ഞങ്ങൾ ആദ്യം ഒന്ന് ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇറങ്ങി. അതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയറാനേ തോന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ തിരകൾ ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ബീച്ച് സെറ്റപ്പാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്.
കാണാൻ പറ്റും ബീച്ച് പോലെ തന്നെ അതിൻ്റെ സൈഡിൽ തെങ്ങും അങ്ങനെയൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ചെയറുകൾ ഇട്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇത് മുകളിലേക്കുള്ള ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായിട്ട് ഞങ്ങൾ വീണ്ടും പൂളിലേക്ക് പോയി അവിടെ കിടക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല സുഖമാണ് അങ്ങനെ വെറുതെ വെള്ളത്തിൽ കിടക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ട് സ്പ്രിങ് കേട്ടോ, ഹോട്ട് വാട്ടർ പൂള്, അതായത് ചൂടുവെള്ളം വരുന്നതെന്ന് പറഞ്ഞ പൂളില്ലേ, അതാണ്. ഇവിടെ കണ്ടോ എന്തേലും ആൾക്കാരെന്ന് നോക്ക്, എല്ലാ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഡൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സ്വിം ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ 4 ചുറ്റും നമുക്ക് ഗാർഡുണ്ട്, അതായത് അതിൻ്റെ ആ പൂളിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ അതിനപ്പുറം നമ്മൾ പോകാൻ പാടില്ല. അത് ഡെപ്ത് അനുസരിച്ച് ഇങ്ങനെ താഴേക്ക് സ്ലോപ്പ് പോലെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ ശരിക്കും ഡീപ്പായിട്ടുള്ള സ്ഥലം വരുമ്പോൾ അവർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ അവർ വിസിൽ ചെയ്യും, നമ്മളെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ വിസിലടിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് മുകളിലേക്ക് കയറി പോരണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ.
കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് അവിടെ എല്ലായിടത്തും തന്നെ ഫസ്റ്റ് എയ്ഡിനുള്ള സെറ്റപ്പുകൾ അവർ ചെയ്തിട്ടുണ്ട്. സ്ട്രെച്ചറും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാനും വെള്ളത്തിലിറങ്ങി. എൻ്റെ മുകളിലത്തെ ലെവലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ഹോട്ട് വാട്ടർ, അതായത് ചൂട് വെള്ളത്തിൻ്റെ ഒരു പൂളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് കുഞ്ഞു പിള്ളേർക്ക് പറ്റില്ല, അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, അതുപോലെ വേറെ എന്തെങ്കിലും അസുഖമുള്ളവർ, പിന്നെ എന്തെങ്കിലും മുറിവുകളുള്ളവർ, അവരൊന്നും അത് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇത് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ സമയം ഞങ്ങളവിടെ കിടന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടന്നാൽ നല്ലൊരു സുഖമാണ്, നല്ലൊരു ഫീലാണ് കേട്ടോ.